മിനിറ്റുകൾക്കുള്ളിൽ ഈ 3 അപ്പീലും അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് അവരുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ 100% ഉറപ്പ് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് അവർ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്ത് അവർ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നു. അവർക്ക് പക്ഷേ യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ കിട്ടും, യുവർ മോണിറ്റൈസേഷൻ ഇസ് റിജക്റ്റഡ് ബിക്കോസ് ഓഫ് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി. ഇത് ഓൾറെഡി മോണിറ്റൈസ് ആയി പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവർക്കും യൂട്യൂബ് മെയിൽ അയക്കും, യുവർ ചാനൽ ഇസ് ഡീമോണിറ്റൈസ്ഡ് ബിക്കോസ് ഓഫ് റീയൂസ്ഡ് കണ്ടന്റ് പോളിസി. ഇവിടെ നമുക്ക് യൂട്യൂബ് 2 ഓപ്ഷൻസ് തരും. ഒന്ന്, നമുക്ക് അപ്പീൽ കൊടുക്കാം. അതായത് ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഡിസിഷൻ തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്ക് അപ്പീൽ കൊടുക്കാം. 2, നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിനെല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ റീഅപ്ലൈ കൊടുക്കാം. ഇതിൽ ഈ അപ്പീൽ കൊടുക്കുന്നതിൽ ഒരുപാട് ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്. ചിലപ്പോൾ അവരിവിടെ ശരിയായിരിക്കാം, അവർ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, യൂട്യൂബ് ബൈ മിസ്റ്റേക്ക് അവരുടെ ഈ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്തതായിരിക്കാം. പക്ഷേ ഈ അപ്പീൽ കൊടുക്കുന്നത് അത് ശരിയായ രീതിയിലല്ല, അത് തെറ്റായി പോകുന്നത് കൊണ്ട് അവരുടെ ഈ അപ്പീലും റിജക്റ്റായി പോകും, അവരുടെ ഈ മോണിറ്റൈസേഷനും അവിടെ റിജക്റ്റായി തന്നെ കടന്നു പോകും. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 3 ചാനലുകൾക്ക് ശരിയായ രീതിയിൽ എങ്ങനെ അപ്പീൽ വീഡിയോ കൊടുക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഇതിൽ 2 ചാനലുകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മിനിറ്റുകൾക്കുള്ളിൽ ഈ 3 അപ്പീലും അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് അവരുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ 100% ഉറപ്പ് നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അതല്ല, നമ്മൾ ചെറിയ തെറ്റുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില സമയത്ത് യൂട്യൂബ് അത് മൈൻഡ് ചെയ്യത്തില്ല, നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനുള്ള ചാൻസും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ചാനലിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രൈക്കോ ഏജ് റെസ്ട്രിക്ഷനോ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചിലപ്പോൾ ഈ അപ്പീൽ വീഡിയോ അല്ല കൊടുക്കേണ്ടത്, നമ്മൾ റിട്ടേൺ അപ്പീൽ കൊടുക്കണം, നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ അപ്പീലിന്. അതും ശരിയായ രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയും കാണുക. ഇതും മസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടി നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ എങ്ങനെ അപ്പീൽ വീഡിയോ കൊടുത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആരുടെയും കൈയും കാലും പിടിക്കേണ്ടി വരത്തില്ല. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് ഈ അപ്പീൽ വീഡിയോ കൊടുക്കുന്നതിൻ്റെ പോളിസി എന്താണ്, കാരണം ഇതിന് ചില റൂൾസ് ഉണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ഒരു ഡെമോ വീഡിയോ എടുത്ത് ഇത് എങ്ങനെ ശരിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം, അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഈ മെയിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്നും ഒരൊറ്റ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഈ അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ച് യൂട്യൂബ് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഡിയോ ഓൺലി. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു അപ്പീൽ വീഡിയോ അതൊരു ജസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിന് ഡിസ്ക്രിപ്ഷനോ ടാഗ്സോ ഹാഷ്ടാഗ്സോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈറ്റിലിൽ നിങ്ങൾ ജസ്റ്റ് അപ്പീൽ എന്ന് മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഇതിനെ അൺലിസ്റ്റഡിൽ വെക്കുക. പബ്ലിക് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ വെക്കരുത്, അൺലിസ്റ്റ് ആയിട്ട് വേണം ഇതിനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ അപ്പീൽ വീഡിയോ ആയിരിക്കണം നിങ്ങളുടെ ചാനലിലുള്ള ന്യൂവസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ നിന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് വരെ നിങ്ങൾ മറ്റൊരു വീഡിയോയും നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യരുത്. അതുപോലെ രണ്ടാമത്തെ കാര്യം ഇവിടെ യൂട്യൂബ് പറയുന്നത് ഈ അപ്പീൽ വീഡിയോ 5 മിനിറ്റിനുള്ളിലുള്ളതായിരിക്കണം, 5 മിനിറ്റ് കൂടാൻ പാടില്ല. അതുപോലെ ഇതൊരു ലോങ് വീഡിയോ ഫോർമാറ്റിലായിരിക്കണം ഈ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇവിടെ യൂട്യൂബ് പറയുന്നത്, നിങ്ങൾ ഈ അപ്പീൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് ചാനലിലാണോ ഈ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി ഇവിടെ വന്നിരിക്കുന്നത് ആ ചാനലിൽ തന്നെ വേണം നിങ്ങൾ ഈ വീഡിയോയെ അപ്ലോഡ് ചെയ്യാൻ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ഈ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യം യൂട്യൂബ് പറയുന്നത് ഇംഗ്ലീഷ് അല്ലാതെ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്ന് യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ലാംഗ്വേജിൽ ചെയ്യാം എന്നുള്ള സപ്പോർട്ടഡ് ലാംഗ്വേജസിൻ്റെ കുറച്ച് ലിസ്റ്റും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ പക്ഷേ മലയാളമില്ല. പക്ഷേ ഞാൻ പലരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ മലയാളത്തിൽ ഈ അപ്പീൽ വീഡിയോ ചെയ്തിട്ട് അതിൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഈ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പോളിസികളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഈ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്കൊരു ഡെമോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഈ അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇപ്പോൾ പോളിസികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ശരിക്കും എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ അപ്പീൽ വീഡിയോ തുടങ്ങാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അതിൻ്റെ ഹോം സ്ക്രീനിൽ വരിക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് എടുക്കുക. എന്നിട്ട് അതിന് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുക. ഡിയർ യൂട്യൂബ് ടീം, ദിസ് ഈസ് മൈ ചാനൽ ആൻഡ് യു ക്യാൻ സീ ദ URL ഹിയർ. And the videos you are seeing here are all created by me. Here, the idea is conceived by myself and then I developed it into a script.
and then I recorded the video by myself. The voiceover is also given by me. Also, you can see there are some face cam videos in which the face is also mine. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇതേപോലെ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ ദൂരെ മാറി എന്ന് ഷൂട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലാണോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേര് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുക്കുക, കുറച്ച് മറ്റൊരാൾ നിങ്ങൾ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൂരെ മാറി എന്നും ഷൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. സി, ദിസ് ഈസ് ഹൗ ഐ റെക്കോർഡ് മൈ വീഡിയോസ് ആൻഡ് ദെൻ ഐ എഡിറ്റ് മൈ വീഡിയോസ് ഇൻ ഫിൽമോറ. I give a lot of time and hard work for this. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇതിനെ നമുക്ക് പ്രോപ്പർ രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മളിവിടെ പറയണം, സോ ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഹിയർ ദ സ്ക്രിപ്റ്റ് ഈസ് മൈൻ, വീഡിയോ ഈസ് ക്രിയേറ്റഡ് ബൈ മൈ സെൽഫ്, ദ വോയിസ് ഓവർ ഈസ് ഗിവൺ ബൈ മൈ സെൽഫ് ആൻഡ് ദ എഡിറ്റിംഗ് പാർട്ട് ഈസ് ആൾസോ ഡൺ ബൈ മീ ആൻഡ് ദെൻ ഐ അപ്ലോഡ് ഇറ്റ് ഇൻ ടു മൈ ചാനൽ. I have never used anybody else's content. Whenever I needed music, I use the non-copyright music from YouTube audio library. So please review my channel, consider this appeal and approve my monetization. Thank you very much. ഇത്ര മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, വേറെ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. ഇനി ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മൊബൈൽ ആപ്പിലേക്ക് വരുന്നു. മൊബൈൽ ആപ്പിൽ നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുക, കാരണം ഇതൊരു ലോങ് വീഡിയോ ആണ്. ഇനി ഇവിടെ നിന്ന് ഏത് വീഡിയോ ആണ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, ഇവിടെ ടൈറ്റിൽ അത് നമ്മൾ അപ്പീൽ കൊടുക്കുക. രണ്ട്, വിസിബിലിറ്റി മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡിൽ വെക്കുക. ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. വേറെ ഒരു കാര്യങ്ങൾ ഇവിടെ കൊടുക്കേണ്ട. ഇതിനെ നമ്മൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ അപ്പീൽ വീഡിയോ റെഡിയാക്കി നമ്മൾ അൺലിസ്റ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ അപ്പീൽ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഒരിക്കലും നിങ്ങൾ മൊബൈൽ ആപ്പിൽ കയറി അവിടെ നിന്ന് ലിങ്ക് കോപ്പി ചെയ്യരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ലിങ്ക് എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ നിന്ന് ഈ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. ഇവിടെ ഞാനൊരു യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും താഴെ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിലായിട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലേക്ക് നോക്കുക, അതിൻ്റെ ലിങ്കും കാണിക്കുന്നുണ്ട്. അതുപോലെ കോപ്പി എന്ന് പറഞ്ഞൊരു ബട്ടണും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ലിങ്കിനെ കോപ്പി ചെയ്തെടുക്കുക. ഇനി ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഏണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഈ അപ്പീലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അപ്പീലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴേക്ക് വരിക. ഇവിടെ നോക്കുക, സ്റ്റാർട്ട് അപ്പീൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീഡിയോ URL എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലീസ് കൺഫേം എന്ന് പറഞ്ഞ് 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ 2 ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, നമ്മുടെ അപ്പീൽ ഇവിടെ സബ്മിറ്റ് ആയി കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതേ രീതിയിൽ ഒരു കൺവിൻസിങ് രീതിയിൽ നല്ല ഒരു അപ്പീൽ വീഡിയോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റിവ്യൂ ചെയ്യുന്നവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ പോലും നിങ്ങളുടെ സ്വന്തമായിട്ടില്ല, എല്ലാം കോപ്പി പേസ്റ്റ് വീഡിയോസ് ആണെങ്കിൽ ഈ അപ്പീൽ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.